കൂടെ വരുമോ? എടാ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ഇത് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണതിൽ ഒരു കാര്യവും ഇല്ലടാ. സത്യം പറഞ്ഞ ഒരു ഫസ്റ്റ് കേസ് ഇത്ര എഫേർട്ട് എടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിത് ടെസ്റ്റ് സെർവറിൽ നമുക്ക് IP വൈറ്റ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് മാത്രമായിട്ട് ചെയ്യാം. ബെല്ലാരി നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരോട് എല്ലാവരോടും വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ സമയം തരുമോ? ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കുറെ ചെയ്തു. ഒരു ദിവസം നമുക്ക് നാളെ ഇത് നടത്താം. നമുക്ക് ടെസ്റ്റ് സെർവറിൽ നടത്താം ഭംഗിയായിട്ട്. നിങ്ങളും അടുത്ത് ഞങ്ങളും അടുക്കുന്ന രീതി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര ടെസ്റ്റ് സെർവറിൽ നമ്മളൊരു 70-80 പേരെ നമ്മുടെ രീതിയിൽ വിളിച്ചു വരുത്തിയിട്ട് ബെല്ലാരി അത്രയും പേര് കയറാൻ പറ്റൂടാ? 80 ഇല്ല അത്രയും പേർക്കുള്ള ഇത് ലോഡ് താങ്ങൂല. നമ്മൾ നോക്കട്ടെ ടെസ്റ്റ് സെർവർ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് റീസ്റ്റാർട്ട് അത് ഇതിൽ ചെയ്യാൻ പറ്റും തോന്നല്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് സാധനം സെറ്റ് ചെയ്ത് ഇതിന്റെ പുറകെ അതാണ്. അതുകൊണ്ട് അതാ പറഞ്ഞേ അവൻ ഇതില് പുറകെ ഇത്ര എഫേർട്ട് എടുത്ത് ഇരുന്ന ആൾക്കാർക്ക് ഒരു റെസ്പെക്ട് ഇല്ലാതായിപ്പോ. ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ടെസ്റ്റ് സെർവറിൽ ചെയ്യാം. ചന്ദ്രന്റെ വോയിസ് കുറെ പേര് ഇന്ന് ചെയ്തുകൂടെന്ന് ചോദിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. അത് നമുക്ക് സെർവറിനകത്ത് സാധനങ്ങളെല്ലാം കയറ്റി സെർവർ വൈറ്റ് ലിസ്റ്റ് ചെയ്ത് ആൾക്കാർക്കെല്ലാം അതിന്റെ IP കൊടുത്ത് സോർട്ട് ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലായി. അല്ലാതെ വീണ്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല. അത് ടൈം എടുക്കും. ഇതേ അടി അപ്പുറത്ത് വരും, അത്രേ ഉള്ളൂ. ഇതൊന്ന് നേരെ വെച്ച് കളിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് രോഗോടെ ഇനി കൊറേ കാര്യങ്ങൾ കാണാത്തോണ്ടാ. കൊറേ കാര്യങ്ങൾ സത്യം പറയല്ല. 10% പോലും കണ്ടില്ല. 10% പോലും ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്തായാലും. ഇനി ഇഷ്ടംപോലെ കാണാനും കിടക്കുക. ഒന്നും പറയണ്ട. നമുക്ക് ഒന്നും പറയണ്ട. നമുക്കായിട്ട് ചെയ്യാം. ഇതെന്തായാലും ഡ്രോപ്പ് ചെയ്യണില്ല. ഗൈസ് ഞങ്ങൾ ഒരു ദിവസം കൂടെ സമയം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ആൻഡ് സോ സോറി നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ. കാരണം ഇത് റീസ്റ്റാർട്ട് ആയപ്പോ തൊട്ട് നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഒരെണ്ണം ഒരു ഇത് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ്, അല്ലെങ്കിൽ നല്ലൊരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചാണ് കുറേ ദിവസമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് ഇതാക്കിയത്. അത് ഇങ്ങനെ ആയതിൽ ശരിക്കും പറഞ്ഞ വിഷമമുണ്ട്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ നല്ലൊരെണ്ണം ചെയ്ത്, അതായത് നല്ലൊരു RP ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു രീതിയിലാണ് ഇത്ര എഫേർട്ട് ഇതിനകത്ത് ഇട്ടത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഡേറ്റ് നാളെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് എന്തായാലും കൺഫേം ചെയ്തിട്ട് പറയാം. ഇതിന്റെ എത്ര, കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ എത്ര ടൈം എടുത്ത് നോക്കിയിട്ട് ഡേറ്റ് ടെസ്റ്റ് സെർവറിന്റെ സംഭവം എല്ലാം നോക്കിയിട്ട് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മൾ ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇടാം നമ്മള്, അല്ലെങ്കിൽ അതുപോലെ ചെയ്യാം. ഉറപ്പായിട്ടും മൈൻഡ് ഫക്ക് ആയടേ സത്യം പറഞ്ഞു. സത്യം നമ്മള് കൊറേ ആഗ്രഹിച്ചായിരുന്നു. ഇവന്മാരെ കുറെ നേരം അതിന്റെ പറയാൻ ഇരിക്കുന്നുണ്ട്. രാവിലെ തൊട്ടാ മൊത്തം വീശിയിരിക്കുന്നു. മറ്റേ ഫൈനൽസും ഒന്നും കളിക്കാൻ പോലും വന്നില്ല ആരും. അല്ല അവര് കുറെ ദിവസമായിട്ടിരിപ്പുണ്ട്. അതല്ല ഇതിന്റെ പുറകിലെന്ന് പറയണം. ഞാന് അന്ന് ഇത് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് ഡെവലപ്പറെ സെറ്റാക്കി വ്രോക്സിനെ സെറ്റാക്കി കൊടുത്തതിന്റെ അന്ന് തൊട്ട് രായൻ ഇതിന്റെ പുറകില. രായനെ, ബാബു, ഗുലാൻ എല്ലാം കുറെ പേരുണ്ട്. ഗുലാൻ അങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഇത് വെല്ലുവിളിയുടെ എടുത്തു. ഈ ഡീഡോസ് അടിക്കുന്ന പുണ്ടച്ചില്ലേ, അവന്റെ വായിക്കകത്ത് കയറിയിരുന്ന് ഞങ്ങൾ ഒരു RP ചെയ്യും. ഞാൻ ഉറപ്പ് മോനെ, നീ എഴുതി വെച്ചോ. ഇനി പുതിയതായിട്ടൊരു സെർവർ ഇതിനായിട്ട് മേടിക്കേണ്ട വന്നാലും ഈ ഓണം RP ചെയ്തിട്ട് ഇനി ബാക്കി RP അല്ലെ ബാക്കി ഗെയിം ഞാൻ സ്ട്രീം ചെയ്യുള്ളൂ. ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. അത് ചെയ്തിട്ട് ഇനി ഞങ്ങൾ ചെയ്യുള്ളൂ. ഒരു സംശയം വേണ്ട. ഇത് ചെയ്തിട്ട് ഇനി അടുത്ത സ്ട്രീം ഉള്ളു. പുണ്ടച്ചി നീ ഡീഡോസ് എന്തോ അണ്ടി ആരെ വെച്ച് വേണമെങ്കിലും നീ അടിക്കും. നീ ഇപ്പൊ ഞങ്ങൾ ടെസ്റ്റ് സെർവറിന്റെ ഇത് ലിങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഈ കൊടുക്കുന്ന ലിങ്കിൽ ഞങ്ങൾ ഇനി വീണ്ടും സോർട്ട് ചെയ്യും. TV-ക്കകത്തോ അല്ലെങ്കിൽ ബെല്ലാരി TV മാത്രമായിട്ട് സെർവർ കയറ്റിയിട്ടാണെങ്കിലും അത് ചെയ്യും.
മടുത്തു പോയി. നിന്നെ ഒന്നും വെച്ച് നിർത്തിപ്പോയുള്ള ഇതൊന്നുമില്ല. നാളെ നീയൊക്കെ വാറിനിരുന്ന് അടിച്ചാൽ മതി. ഇതൊക്കെ എന്തായാലും ഒരു RP ചെയ്ത് TV ഓണം RP ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓണം RP ചെയ്തിരിക്കും. ആൻഡ് എനിക്കെന്നല്ല, ഞങ്ങൾക്ക് TVയുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത് ഞങ്ങളുടെ സക്സസ്സാണ് ഞങ്ങൾ ഈ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സക്സസ്സാണ്. ഈ ലെവലിൽ എത്താൻ നിനക്കൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറ്റൂല. ആൻഡ് ഗൈസ്, ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഞാനൊരു വാക്ക് തരുവാണ്. ഇത് ഞാൻ ചെയ്തു തീർക്കും. ഇത് ഞാൻ അടിപൊളിയായിട്ട് ഒരു ലാഗ് ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ഇത് ഞാൻ പ്രസന്റ് ചെയ്തിട്ടേ ഞങ്ങൾ ഇനി ബാക്കി കളിക്കത്തുള്ളൂ, അല്ലാതെ വേറെ അതിൽ കൂടുതലൊന്നുമില്ല. നല്ല വിഷമമുണ്ട്, സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല വിഷമമുണ്ട്. ആൻഡ് രായ ഹേടാ, നമ്മളത് ചെയ്യോടാ. രായ ഗുലാനെ, നമ്മളത് ചെയ്യോടാ. നമ്മൾ എടുത്ത എഫേർട്ട് അത് നമ്മൾ ഇതാക്കി കളയത്തില്ല. അത് അതിനുള്ള റിസൾട്ട് നമ്മൾ ചെയ്യോടാ. നമ്മളത് ചെയ്യും, നല്ല രീതിയിൽ ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ഹാപ്പി വേണം ഗൈസ്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണേ. അതെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, അത്രേ പറയാനുള്ളൂ. സരക്കണ, ഞാൻ മറ്റേ കാണിച്ചു നീൽപുറക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വടംവലിക്ക് വേണ്ടിയിട്ട് ഇമോട്ട് ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ ഇരുന്നിട്ട് പഠിക്കുവാണ് ഇമോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. GTA ബ്ലെൻഡറും മറ്റേ സാധനങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഇമോട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഫൈനലി ഒരു ഇമോട്ട് ഒരു 80% ഉണ്ടാക്കി. ഇതെങ്ങനെയുണ്ട് നോക്കി? ഇതുണ്ടോ? 100% ഉണ്ടാക്കി, ഇമോട്ട് ഉണ്ടാക്കി വടംവലിക്ക്. ഇനി ബാക്കിയാണ് പക്ഷേ ഒരേ ഒരു പ്രശ്നം കേറ്റാൻ പറ്റാത്തത്. ചെറിയൊരു വളവ് കൈ വളയും. ഞാൻ സൈഡ് വെച്ച് ഉടലല്ല ശരി, ഇതിന്റെ കൈ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്ത്. കൈ വശം നീളം കുറച്ച്, കൈ നീളം കുറച്ച്. നീളമല്ല, ഇവിടെ ഒരു ബോണ്ട് ഒരു സാധനം മിസ് ചെയ്യളിയാ. GTA എടുത്തിട്ട് എനിക്ക് അറിഞ്ഞൂടാ, അത് മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല, ബാക്കി എല്ലാം സെറ്റ് ചെയ്ത്. ഇത് നിന്റെ ചുണ്ണിയല്ല ചെറുതാക്കായി. ഡ്രസ് സെറ്റ് ചന്ദ്രന്റെ അടുത്താ. ബാബുവിന്റെ അടുത്ത് ഇങ്ങനെ ചന്ദ്ര അതിന്റെ അടുത്ത് പറഞ്ഞു. മറ്റേ സർട്ടിഫിക്കറ്റ് വരും, അത്ര പോരാ, നല്ലത് ചന്ദ്രന്റെ അടുത്ത് തമാശ ഈ ആഴ്ച ഒരു ചിരി ഇരുചിരി മമ്പർ ചിരിയിൽ കൊണ്ടുപോയിരിക്കും അവിടെ. പോയി ഓൾറെഡി ഷൂട്ടൊക്കെ കഴിഞ്ഞ്. സ്വർഗരാജ്യത്തിലൊന്ന് ഇൻഫോം ചെയ്യോടാ, VC അവരുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ ഈ സിറ്റിയിൽ വേറെ ഇവന്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഷോ ആവൂലേ? അല്ല നമ്മൾ നിർത്തിയിട്ട് നമ്മൾ സിറ്റിയിൽ ഇവന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി നടത്താൻ ഏറ്റിരുന്നത്. അത് നടത്തി അതങ്ങ് നടത്തി തീർക്കാം. എന്നിട്ട് നമുക്കുള്ളത് നമുക്ക് നാളെ നടത്താം. അവരെ അവിടെ രജിസ്റ്റർ ചെയ്തവരെ വെച്ചിട്ടുള്ളത് നടത്തി അങ്ങ് തീർക്കാം. അല്ല, അത് മറ്റേ ഇതൊന്നും ഇറങ്ങുമ്പോ തന്നെ ഈ ഡീഡോസ് ഈ അടിയൊക്കെ അങ്ങ് കുറയും, പിന്നെ അത് നടത്താൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, നമ്മളല്ല ഞാൻ ഗ്രാസാനങ്ങൾ പിന്നെ നമ്മള് ചെയ്യുന്നത് ഇതാണ്. ഇപ്പൊ നമ്മൾ കാണിച്ച സാധനം മാത്രമേ നടത്തിയാൽ അതാണ് ഞാൻ ചോദിച്ചത്. വള്ളംകളിയും കസേരകളിയും വടംവലി അത് എത്ര മണി എന്നാ? ഓക്കെ. അല്ല, അത് 3 കൊല്ലം കണ്ടത്, അതാണ് ഞാൻ ചോദിച്ചത്. എന്നാ പിന്നെ ഓക്കെ, നാളെ സെറ്റാക്കാം ബാബു. അത് നോക്കാം, നടത്തി തീർക്കാടാ. അതാ, അല്ലെങ്കിൽ അത് ഒരു ദിവസം നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം അവിടെ വേണ്ടിയായിട്ട് വെക്കാൻ പറയാം ബെറ്റർ. കാരണം ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് ചെയ്തത്. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു പുതുമ പോയിട്ട് സത്യം അതാണ് നമ്മളിപ്പോ കാണിച്ച സാധനം മാത്രം നടത്തി. ഉള്ളവര് മതിടാ, ഉള്ളവര് മതി. ഇപ്പൊ ഒരു 3-4 ടീമാണ് എല്ലാത്തിനും പങ്കെടുക്കാനുള്ളത്, അത് മതി. നമ്മളുടെ അകത്തും അതാ പറഞ്ഞ അത് മതി, അത് മതി. അതാണ് പറഞ്ഞത്, ഒരുപാട് ടീമൊന്നും വേണ്ട. അപ്പൊ കറക്റ്റ് പരിപാടി തീരെ ലാഗുമാവൂല. ഇത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു പരിപാടി നടത്തുമ്പോ എല്ലാരും കളിക്കട്ടെ നമ്മളെ ഉദ്ദേശം അതാണ്. പക്ഷെ ഇതിപ്പോ ചെയ്ത് വെച്ച് അമ്മാര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലേ, നമ്മളെ ലാസ്റ്റ് ഓപ്ഷൻ ഇല്ലല്ലേ.
അവര് സംഭവം ചെയ്യുമ്പോ എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് അങ്ങനെ ചെയ്യുന്നത്. ആണല്ലേ, അങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും മറ്റേ ഒരു രസം ഒരു ഓളം വരുന്നത്. ഓരോ വരുന്നത്. അത് സത്യമാണ്. അതിനിപ്പോ ചെയ്യാൻ പറ്റൂലല്ലേ, കാരണം നമുക്ക് ആകെയുള്ള ഓപ്ഷൻ ഇതാണ്. നമുക്ക് എന്തായാലും ഓഡിയൻസിനെ ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ പറയണക്ക് നമ്മൾ ചെയ്തു വെച്ചത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ രീതിയിൽ അതങ്ങ് നടത്താം. ഇനിയുള്ള മിക്കുള്ള എല്ലാ പരിപാടിയും അങ്ങനെ നടത്താനായിരിക്കും നമുക്ക് നല്ലത്. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതൊന്നും പറ്റി പറയാനേ താല്പര്യമില്ല. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലേ. എനിക്കാരെയും പേടിയൊന്നും ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ ഇത് പ്രോപ്പർ ആളാരാണെന്നൊന്നും. എടാ അപ്പം നിർത്താടാ, അപ്പം ഞാൻ ഇറങ്ങണ്. എടാ ചന്ദ്ര, ഇത് ഡിലേ ആക്കില്ലടാ നമുക്ക്. ഇത് ഡിലേ ആവല്ലടാ. ഇത് ഡിലേ ആവാതെ ചെയ്യണം നമുക്ക്. ഇത് ഡിലേ ആവരുത്. ശരി 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 ശരി. നിങ്ങളാരെ ലൈവ് ഇടുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ കാണും. നീ എവിടെ? കിക്കിലോ യൂട്യൂബിലോ? യൂട്യൂബിലായിട്ട്. ഓക്കെ ഓക്കെ. സോ ഗൈസ്, അപ്പൊ സരക്ക് ലൈവ് ഉണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇത് നമ്മള് ഈ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഐ എം സോ സോറി. ഞങ്ങള് പറഞ്ഞ ഡേറ്റിൽ തന്നെ, അതായത് ഇന്നലെ ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. അത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാറിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും സാധനം ഉണ്ടാക്കിയത് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ കുറച്ച് ടെസ്റ്റ് ചെയ്തതിൽ കുറച്ച് സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് ബഗ്ഗുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ മെയിനായിട്ട് വരാൻ പറ്റാഞ്ഞ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ഡേറ്റിലോട്ട് മാറ്റി ഇന്ന് നമ്മളിത് അടിപൊളിയായിട്ട് ചെയ്ത്, അതായത് ഞങ്ങൾ RP-ന്ന് ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഞങ്ങളൊരു നല്ലൊരു RP-യിൽ തിരിച്ചു വരണം എന്നുള്ളൊരു രീതിയിലാണ് ഇത്രയും ഇത് എഫേർട്ട് എടുത്തത്. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോഴും ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ പോയല്ലോ. പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് രസമായിരുന്നല്ലേ സത്യം പറഞ്ഞാൽ. ആരും ഇങ്ങനെ ഇത് ഇന്റൻഷനലി ഉപദ്രവിക്കാം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. മൈൻഡ് ഫക്കായി സത്യം പറയാമല്ലോ. ഞാൻ സത്യമായിട്ട് ഞാൻ മൈൻഡ് ഫക്കായി. നല്ലൊരു ദിവസം കുറേ പേര് എനിക്കറിയാം, കുറേ ചേട്ടന്മാർ എനിക്ക് മെസ്സേജ് സ്ഥിരമായിട്ട് അയക്കണ കുറച്ച് ലൈവ് കാണുന്ന ചേട്ടന്മാരുണ്ട്. ജോലിയൊക്കെ മാറ്റി വെച്ചും ഇതിനൊക്കെ നമ്മുടെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ലീവ് എടുത്ത് ഹാഫ് ഡേ ലീവ്, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ചേട്ടന്മാരൊക്കെ ഹാഫ് ഡേ ലീവ് എടുത്ത് ഇന്നത്തെ ലൈവ് കാണാൻ ഇരുന്ന് കുറച്ച് പേരുണ്ട് ഇവിടെ. എനിക്കതറിയാം. ഞാൻ അവരോട് പ്രത്യേകിച്ച് സോറി പറയുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആകെ ശോകമായി സത്യം പറയാമല്ലോ ഗൈസ്. ആകെ ശോകമായി. ഞാൻ അതിൻ്റെ പോയി. ഞാൻ എന്ത് പറയാനാ നിങ്ങളോട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളതായിട്ടുള്ള അല്ലെങ്കിൽ RP എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കുറച്ച് ഈ ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ പോട്ടെ, സോർട്ട് ഔട്ട് ചെയ്യട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു RP മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവേഴ്സ് മാത്രം വരുമ്പോൾ അവരുടെ മുമ്പിൽ നല്ലൊരു RP ചെയ്യാം എന്നുള്ള രീതിയിൽ ഇത്രയും നാളിരുന്നത്. ഡിസ്കോ ട്രോൾസ് നോക്കാൻ പറ്റൂല ഗൈസ്. എനിക്ക് കോപ്പിറൈറ്റ് 2 ആക്റ്റീവ് സ്ട്രൈക്കാണ് ഇപ്പോഴും. ആക്റ്റീവ് സ്ട്രൈക്കാണ് ഇപ്പോഴും 2. എനിക്ക് ഒരെണ്ണോട് മേടിച്ച് തരല്ലേ നിങ്ങൾ ദയവ് ചെയ്ത്. ഡിസ്കോ ട്രോൾസ് നമ്മൾ കിക്കിനകത്ത് നോക്കാം. ഞാൻ RP ഇന്ന് വന്ന് എല്ലാവരോടും നല്ലൊരു RP പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നാളെ തൊട്ട് കിക്കിൽ ഡിസ്കന്ന് ഞാൻ ഇത്രയും ദിവസം ഇരുന്നത്. നമുക്ക് ഡിസ്കോ ട്രോൾസ് കിക്കിൽ തന്നെ നോക്കാം. അല്ലാതെ നടക്കില്ല, ഇതിനകത്ത് നോക്കാൻ നടക്കില്ല ഗൈസ്. നിങ്ങളിപ്പോൾ റിബലിൻ്റെ എനിക്കാണ് ഗെയിം കളിക്കാനുള്ള മൂഡേ പോയി സത്യം പറയാം. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എറണാകുളത്തൂടെ പോകണം. ആകെ പ്രാന്തായി. നിങ്ങൾ റിബലിൻ്റെ ലൈവിലോട്ട് വാ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് വാ. ഐ എം സോ സോറി വൺസ് അഗെയിൻ. ഡിസപ്പോയിന്റ് ചെയ്തു എന്നതുപോലത്തെ ഒരു ഫീൽ എനിക്ക് സത്യം പറഞ്ഞാൽ. നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തു. ഇപ്പം നമ്മളെത്ര നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടും അതെന്തോ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലായിട്ട് തോന്നുന്നു. വൺസ് അഗെയിൻ ഐ എം സോ സോറി. ബൈ ദ വേ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. സീ യു ടുമോറോ. ബൈ. ഞാൻ പ്രതീക്ഷിച്ച ഒരു എൻഡിങ് അല്ലത്. ബട്ട് സ്റ്റിൽ ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ് ഗൈസ്.